ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു ഐഡിയ ഇവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഹെയർ എക്സ്റ്റൻഷനിലേക്ക് ആളുകൾ പോകണം? എല്ലാവർക്കും കൊറോണയ്ക്ക് ശേഷം ഹെയർ ലോസ് സംഭവിച്ചിട്ടുണ്ടല്ലോ. രണ്ട് തരത്തിലുള്ള ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, ക്ലിപ്സ് ആയിട്ട് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നതും പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു ക്ലയന്റ് വരുമ്പോൾ നിങ്ങൾ ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഹായ് ഓൾ. ഹെയർ ലോസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. അതിനിപ്പോൾ ജെൻഡർ ബയസിൽ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ടെൻഷനാണ്. ഹെയർ ലോസ് വരുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കും, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ ഒക്കെ പോവും. ഇപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു വേ ആണ് ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ പല രീതിയിൽ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ റീൽസ് ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളും ഉണ്ട്. ഈ ഒരു മേഖലയിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജാസ് ഹെയർ എക്സ്റ്റൻഷൻ്റെ co-founders-ആയ സബീന ആൻഡ് അമ്പിളിയാണ് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചറിയാം. ഹായ്, വെൽക്കം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹെയർ എക്സ്റ്റൻഷൻ എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നത്? ഓൾറെഡി ഞങ്ങൾക്ക് കൊറോണയ്ക്ക് ശേഷം ഹെയർ ഒരുപാട് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു, ഹെയർ എക്സ്റ്റൻഷൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് എല്ലാവർക്കും കൊറോണയ്ക്ക് ശേഷം ഹെയർ ലോസ് സംഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്നൊരു ചിന്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഓ ശരി. ഇത് പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണല്ലോ, എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല, ചലഞ്ചിങ് ആണ്. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് ഈ ഒരു ചലഞ്ച് നേരിട്ടത്? ഞങ്ങൾക്ക് ഹെയർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പൊ മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള ഹെയർസ് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി വൈസിലാണെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ അതിനിടയിൽ സിന്തറ്റിക് ഹെയർസ് ഉണ്ട്. അപ്പൊ ഈ ഹെയർസ് കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഹെയർസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചലഞ്ച്. അപ്പൊ അതിനുള്ള ഡീലേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മൾ തന്നെയാണ് നോക്കിയെടുത്ത് ഹെയർ സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കണേ. അത് കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ കൊടുക്കണേ. അപ്പൊ അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് അവർ പറയുന്നതിനനുസരിച്ച് അവർക്ക് എന്താണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓ ശരി. അപ്പൊ ഇതിപ്പോ കുറെ നാളായി തോന്നുന്നില്ല, 4 വർഷം ആവണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് തുറന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൗഡ് ഫീലിൽ പറയാനായിട്ട് എന്താണ് ഒരു ക്ലയന്റ് സ്റ്റോറി പറയാനായിട്ടുണ്ടെങ്കിൽ? അതായത് ഒരുപാട് ഹെയർസ് ഉണ്ടായിട്ട് ആ ഹെയർ നഷ്ടപ്പെട്ടിട്ട് വരുന്ന ക്ലയൻസ് ആണ് നമുക്ക് കൂടുതലും. അപ്പോൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഹെയർ നമ്മൾ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, അത് കാണുമ്പോൾ വരുന്ന ഒരു പ്രൗഡ് ഫീലാണ് ഞങ്ങൾക്ക്. കാരണം അത്രയും വിഷമത്തോടു കൂടിയാണ് അവർ ഓരോ കസ്റ്റമേഴ്സ് നമ്മളെ സമീപിക്കുന്നത്. അപ്പൊ അവർക്ക് നഷ്ടപ്പെട്ട ഹെയർ തിരിച്ചു കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം, ചില കസ്റ്റമേഴ്സ് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടൊക്കെ പോവാറ്. അത്രയും സന്തോഷം കൊണ്ട് അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം. ബിസിനസ്സിന് പുറമെ നമ്മൾക്ക് ഒരു കസ്റ്റമേഴ്സിന്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ വരുന്ന ഒരു ഫീല് അതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ഹെയർ എക്സ്റ്റൻഷൻ വെച്ചാലും ഒറിജിനൽ ഹെയറിന് ഡാമേജ് വരുമല്ലോ എന്നുള്ളൊരു സംശയം. അപ്പൊ അത് എങ്ങനെയാണ്, അങ്ങനെ ഉണ്ടോ? ഇല്ല, ഒറിജിനൽ ഹെയറിന് ഒരു ഡാമേജ് സംഭവിക്കില്ല. കാരണം നമ്മൾ സ്കാൽപ്പിലല്ല വെക്കുന്നത്, ഹെയറിലാണ് വെക്കുന്നത്. പിന്നെ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ ആവുമ്പോൾ നമ്മൾ അതിന് ആഫ്റ്റർ കെയർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ പറയുന്ന പോലെ ആഫ്റ്റർ കെയർ ചെയ്യണം. നമ്മുടെ കയ്യിൽ പെർമനന്റും ഉണ്ട്, ടെമ്പററി ഹെയർ എക്സ്റ്റൻഷൻസും ഉണ്ട്. അതാവുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ടെമ്പററി വരുന്നത്. അതാവുമ്പോൾ ഒട്ടും ബുദ്ധിമുട്ട് വരുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെർമനന്റ് ഉണ്ട്, ടെമ്പററി ക്ലിപ്സ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാ വരുന്നത്? പെർമനന്റ് ആണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ അവിടെ സലൂണിൽ വന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പീരീഡ്സിൽ നമ്മൾ സർവീസ് ചെയ്ത് പോകണം. നമ്മൾ ആഫ്റ്റർ കെയറും ഒരുപാട് ആവശ്യമാണ്. ക്ലിപ്പ് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് സമയത്താണ് അത് ആവശ്യം നമുക്ക് സ്വയം അത് വെക്കാം. അപ്പൊ നമുക്ക് ഇത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഫിക്സ് ചെയ്തിട്ട് അവർക്ക് തനിയെ അത് ഊരിവെക്കാൻ സാധിക്കും. പെർമനന്റിന്റെ പോലെ സർവീസിന്റെ ആവശ്യമില്ല. അത് ശരി. അപ്പൊ ഇപ്പൊ ഈ ആഫ്റ്റർ കെയറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് പെർമനന്റ് എക്സ്റ്റൻഷൻ ആണ് ആഫ്റ്റർ കെയർ വരുന്നത്. അത് എങ്ങനെ ചെയ്യേണ്ടത് ഈ ആഫ്റ്റർ കെയർ? മെയിൻ ആയിട്ട് 3 മാസം കൂടുമ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് പോകണം. ഈ സർവീസ് ടൈമിലാണ് നമ്മൾ വെച്ച ഹെയർ നമ്മൾ ഊരി അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കിയിട്ട് വീണ്ടും റീഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈമാണ് ആ 3 മാസം നമ്മൾ പറയണേ. പെർമനന്റ് എക്സ്റ്റൻഷൻ തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. അതിൽ ഓരോന്നിനും നമ്മൾ ഓരോ പീരീഡ് പറയുന്നുണ്ട്. ചിലത് 2 മാസം കൊണ്ട് നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സർവീസ് കറക്റ്റ് ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡാമേജ് ഒന്നും വരില്ല. പിന്നെ നമ്മളത് ചെയ്യേണ്ട രീതി, എങ്ങനെ കോംബ് ചെയ്യണം, അതെങ്ങനെ കെയർ ചെയ്യണം, അതെല്ലാം അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. ഓക്കെ.
ഇപ്പൊ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ഒരു ഐഡിയ ഇവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഹെയർ എക്സ്റ്റൻഷനിലേക്ക് ആളുകൾ പോകണം? രണ്ട് രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ച് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആണ്. എക്സ്റ്റൻഷൻ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. പിന്നെ റിസ്ക് നോക്കുമ്പോൾ കുറവാണ്. ഒരു മണിക്കൂറിന്റെ പ്രോസസ്സിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ ഒട്ടും പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സേ അല്ല. നമുക്കത് സ്കാൽപ്പിൽ ഒട്ടും ടച്ച് ചെയ്യണില്ല, നമ്മുടെ ഹെയർ ആയിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്യണേ. അപ്പോൾ ഒട്ടും പെയിൻഫുൾ അല്ല. രണ്ട് രീതിയിലുള്ള പ്രോസസ് ആണെങ്കിൽ കുറച്ചും കൂടി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഹെയർ എക്സ്റ്റൻഷൻ. കൺവീനിയന്റ് ആണ് അല്ലേ? ശരി. ഈ കസ്റ്റമൈസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം അതില്? ഇപ്പോൾ നമ്മൾ അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയത്. ഇപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ ബഡ്ജറ്റ് ആവില്ലല്ലോ. അപ്പൊ ചില കസ്റ്റമേഴ്സിന് അവർക്ക് ലെങ്ത് വേണ്ട, തിക്നെസ് കൂട്ടിയാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ അവരുടെ കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ അവിടെ ചെയ്തു കൊടുക്കും. അത് ചിലർക്ക് ലെങ്ത് മതി എന്ന് പറയും, ചിലർക്ക് തിക്നെസ് മതി എന്ന് പറയും. അങ്ങനെ അപ്പൊ അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ ക്ലയൻസ് വന്നിട്ട് പലതരത്തിലുള്ള ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചാൽ അത് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അത് നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഏറ്റവും വ്യത്യാസം കാണിക്കുന്ന നമ്മുടെ ഹെയർ സ്റ്റൈൽ അതിന് മാച്ചായി പോവാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്പിയറൻസിന് ചേഞ്ച് വരുത്താൻ പറ്റുന്നത് നമുക്ക് പല ടൈപ്പിലുള്ള ഹെയർ സ്റ്റൈൽസ് മാറ്റി നോക്കുമ്പോഴാണ് വ്യത്യാസം വരാം. അപ്പൊ ഹെയർ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്. നമ്മളത് കുറച്ച് സമയത്തിനുള്ളിലാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തിക്നെസ്സും ലെങ്ത്തും അവർക്ക് ഒരുക്കി കൊടുക്കണേ. അപ്പോൾ അവർക്ക് മിററിൽ നോക്കുമ്പോൾ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവർ മുഖത്ത് കാണുന്ന സന്തോഷം. അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ഹെയർസ് ആണ്, പക്ഷെ ഒപ്പം അവർക്ക് ആഡ് ആവുന്നവരുടെ കോൺഫിഡൻസും കൂടിയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം. ഓക്കെ, ശരിയാണ്. പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ, ഹെയർ എക്സ്റ്റൻഷൻ ഇപ്പൊ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് നോക്കുകയാണെങ്കിൽ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഇത്. കാരണം അവരുടെ ബഡ്ജറ്റ് എന്താണ്, നോർമലി ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അത് കുറച്ചും കൂടി പ്രൈസ് വൈസ് നോക്കുമ്പോൾ കോസ്റ്റ്ലി ആണ് ഹെയർസ്. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ അത് അഫോർഡബിൾ ആവണം എന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ ബഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവർക്ക് അത് ഹെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്വാളിറ്റി വൈസ് പല ടൈപ്പിലുള്ള ഹെയർസ് മാർക്കറ്റിലുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല ഏത് ടൈപ്പ്. അത് ചിലപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അറിയാം അതിന്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്ന്. ചിലപ്പോൾ 500 രൂപ 1000 രൂപയ്ക്കൊക്കെ ഹെയർസ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ അത് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് കൊടുക്കണേ. നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞ മൗത്ത് പബ്ലിസിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പൊ ആദ്യം അവരുടെ ആവശ്യം നമ്മൾ ചോദിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. ഇപ്പൊ ഒറിജിനൽ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുക കാണുമ്പോൾ, അപ്പൊ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യണം? എല്ലാം നമ്മൾ ഒറിജിനൽ 100% ഹ്യൂമൻ ഹെയർസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഓരോ ഹെയർസ് വ്യത്യാസമാണ്, ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഓരോരുത്തർക്ക് സിൽക്കി ഹെയർസ് ആയിരിക്കും, ചിലപ്പോൾ കേളി ആയിരിക്കും, വേവി ആയിരിക്കും. അതെന്താണ് നമ്മൾ ആദ്യം നോക്കും. അവരുടെ ഒറിജിനൽ ഹെയർ എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ തന്നെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് മെയിൻ നോക്കേണ്ടത്, അവരുടെ ടെക്സ്ചർ അതനുസരിച്ചിട്ട്. ഇപ്പൊ അവർക്ക് എത്രത്തോളം വെക്കാൻ പറ്റും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഒരു കൺസൾട്ടേഷൻ പ്രോസസ് എങ്ങനെയാ വരുന്നത്? നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് നമ്മളെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് റിലേ ചെയ്യുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാം വഴി നമ്മുടെ അടുത്ത് വരും. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ അറിയണം. അപ്പൊ അത് കാണാനായിട്ട് ഫോട്ടോസ് അയക്കാൻ പറയും. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവർക്ക് വേണ്ടത് അത് വാട്സപ്പ് ത്രൂ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ അടുത്തേക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ക്ലയന്റ് വരുന്നു നിങ്ങളുടെ അടുത്തേക്ക്, അപ്പോ എന്താണ് ആ ക്ലയന്റിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഇപ്പൊ പലതരത്തിലുള്ള സംശയം ഉണ്ടാവുമല്ലോ. അതെ, അവർക്ക് മെയിനായിട്ട് പറയാനുള്ളത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഹെയർ പോയി എന്ന് ആലോചിച്ച് ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിത് ഏടയാവുന്നുള്ളൂ. നമ്മളുടെ ഒരു ഡ്രസ്സ് വന്ന പോലെ തന്നെയാണ് ഹെയർ. നമ്മുടെ ഡ്രസ്സ് നാശാകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ചിലവർക്ക് ഇത് വാങ്ങി വെച്ചതാണെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ചിലർ പറയണേക്കാറുണ്ട് ഇത് ഒറിജിനൽ അല്ലല്ലോ, ഇത് വെച്ചതല്ലേ എന്നൊക്കെ പറയുന്നൊരു നാണക്കേട് പോലെ. അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നല്ല ഭംഗിയായിട്ട് കാണാനുള്ളത് മാത്രമാണ് ഹെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു വസ്ത്രം ഇടുന്ന പോലെ നമ്മുടെ വസ്ത്രം നാശമാകുമ്പോൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു, അതുപോലെ ഹെയർ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് ഇല്ലാന്ന് ആലോചിച്ച് ഡിപ്രഷൻ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഹെയർ എക്സ്റ്റൻഷൻ നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ, നമുക്ക് പെർമനന്റ് ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ, ക്ലിപ്പ് ആണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെയർ, അത് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഹെയർ ഞങ്ങൾ ഒരുക്കി തരാൻ പറ്റും. അതാണ് വെക്കാൻ ആഗ്രഹിക്കുന്നവർ പറയാൻ ധൈര്യമായിട്ട് ഞങ്ങൾ എടുത്തു വന്നോളൂ. ഇപ്പൊ വാട്സപ്പിൽ നിങ്ങൾ ഒരാൾ കോണ്ടാക്ട് ചെയ്തെന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ അവരെ നേരിട്ട് കണ്ടിട്ടാണോ അതെങ്ങനെയാണ്? അല്ല,
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസ് കണ്ടാൽ മതി, നമുക്ക് അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് അയച്ചു കൊടുക്കാണ്? ഫോട്ടോസ് അയച്ചു കൊടുക്കും. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇപ്പൊ എങ്ങനെ വെക്കണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള സംശയം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അത് അങ്ങനെ നിങ്ങൾ മേക്ക് ഓവർ പോലെയൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കും. വരാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ത്രൂ അതെങ്ങനെയാണ് വെക്കുന്നതിനുള്ള വീഡിയോസ് അയച്ചു കൊടുക്കും. അത് ടെമ്പററി എക്സ്റ്റൻഷൻസ് വെക്കാനായിട്ട് വളരെ ഈസിയാണ്. കാരണം അതിന് നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല. കാരണം നമുക്ക് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ്. പെർമനന്റ് വെക്കാനായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് കൺസൾട്ടേറ്റ് ചെയ്യുന്നത്. ഓ അത് ശരി. നിങ്ങൾ എന്തെങ്കിലും വെബ്സൈറ്റ് അവൈലബിൾ ആണോ? അല്ല, വെബ്സൈറ്റ് ഇല്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ അതിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിന് ഡീറ്റെയിൽസ് എടുക്കാറുണ്ട്. അവരെ നമ്മളെ അങ്ങനെ വാട്സപ്പിൽ നോക്കുന്നത്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ഇടുമ്പോൾ അതിൽ നമ്മുടെ നമ്പേഴ്സ്, നമ്മുടെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കും. അതനുസരിച്ച് അവർ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. കോൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി എന്താണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ക്ലിപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, എക്സ്റ്റൻഷൻ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് സ്കാൽപ്പിൽ മുടി വളരുന്നത് തടയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കാൽപ്പിന് അത് ഡാമേജ് ആണെന്ന്. അപ്പൊ അങ്ങനെ ഒരു കസ്റ്റമർ വന്ന് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇല്ല, അങ്ങനെ വരില്ല. നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എപ്പോഴും 50 ഗ്രാം ഹെയർ ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് വെയിറ്റ് അധികം ഫീൽ ചെയ്യില്ല, നമ്മുടെ ഒറിജിനൽ ഹെയറിന് ഡാമേജ് വരില്ല. ഇപ്പൊ നമ്മൾ ചിലർ കസ്റ്റമൈസ് ചെയ്ത് ചോദിക്കും, അവർക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഒരു 100 ഗ്രാം ഹെയറിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരതങ്ങനെ പറയണത്. അതാവുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആ ഒരു ഒക്കേഷന് മാത്രം ഇത് യൂസ് ചെയ്തിട്ട് അത് അഴിച്ചു വെക്കണം. കൂടുതൽ ടൈം വെക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഹെയറിൽ തന്നെയാണ് ഇത് ഹാങ് ചെയ്ത് വെക്കണേ. അപ്പൊ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, കാരണം അത്രയും വെയിറ്റ് വരുമ്പോൾ. പക്ഷെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നവരൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് 50 ഗ്രാം ഹെയർ ഒട്ടും പ്രശ്നമില്ല. ഒരു പ്രശ്നം നമ്മുടെ ഒറിജിനൽ ഹെയറിന് ഡാമേജ് ഉണ്ടാക്കിയില്ല. ഓ, അപ്പൊ ഇത് വെയിറ്റിന് ഡിപ്പെൻഡ് ആണ്. നമ്മുടെ ഹെയറിന്, നമ്മുടെ ഒറിജിനൽ ഹെയറിന് എത്രത്തോളം അത് സ്ട്രെങ്ത് ഉണ്ടെന്ന് അനുസരിച്ചിട്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ സ്കാൽപ്പ് റിലേറ്റഡ് ആയിട്ട് ഒന്നും. ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോ ഗ്രേ ഹെയർ ആയിരിക്കും അവർക്ക് വേണ്ടത്, ബ്ലാക്ക് ആയിരിക്കില്ല. പക്ഷെ അവർക്ക് ഹെയർ ലോസ് ഉണ്ട് താനും. അപ്പൊ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? നമ്മുടെ കയ്യിൽ ഗ്രേ ഹെയർ അവൈലബിൾ ആണ്. ഞങ്ങൾ അവർക്കത് ഗ്രേ ഹെയറും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അതിലും പലതരത്തിലുള്ള ക്ലിപ്പ് എക്സ്റ്റൻഷൻസും ഗ്രേ ഹെയറിൽ ഞങ്ങൾക്ക് ഉണ്ട്. ഓ ശരി. അപ്പൊ ഒരു ഏജുകാർക്കും ടെൻഷൻ. കോളേജ് കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഹെയറിൽ കളർ ചെയ്യുമ്പോൾ ഹെയറിന് ഡാമേജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിപ്സ് വൈസ് കൊടുക്കണം. സ്ട്രിപ്പിൽ നമുക്ക് കളർ ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് അങ്ങനെ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഹെയറിന് ഡാമേജ് ഒന്നും വരില്ല. അതൊരു നല്ല ഐഡിയ ആണ്. അതേപോലെ തന്നെ ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടല്ലോ. ചിലവർക്ക് ക്രൗൺ ഏരിയയിൽ ഉണ്ടാവും, ചിലവർക്ക് ബാക്കിൽ, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് എല്ലാ തരത്തിലുള്ള എക്സ്റ്റൻഷൻസ്. ടോപ്പർ, ഈ ക്രൗൺ ഏരിയയിൽ ഹെയർ ലോസ് സംഭവിക്കുന്ന ആൾക്കാർക്ക് ടോപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അത്രയും പോർഷൻ കവർ ആയി പോവും, പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ തീരെ മുടിയില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് വിഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം. ഓ ശരി. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഹെയർ എക്സ്റ്റൻഷനിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ? അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണത് ഒരു ക്ലയന്റ് വരുമ്പോ? ഇപ്പൊ നമുക്കൊരു കസ്റ്റമർ വരുമ്പോ അവർക്ക് ചില കസ്റ്റമേഴ്സിന് 50 ഗ്രാം ഹെയർ മതി എന്ന് പറയും, ചില കസ്റ്റമേഴ്സിന് 75 ഗ്രാം ഹെയർ മതി എന്ന് പറയും, ചിലർക്ക് അതിലും കൂടുതൽ വേണമെന്ന് പറയും. അപ്പൊ കസ്റ്റമറിന്റെ നീഡ് എന്താണോ അതനുസരിച്ച് നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ള കാരണം കൊണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാമോ? ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ബൾക്കായിട്ട് വാങ്ങിക്കുകയാണോ? അതെ, നമ്മൾ ഹെയർ ബൾക്കായിട്ട് എടുത്തിട്ട് അത് കസ്റ്റമർ അനുസരിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് അവർക്ക് ഏത് ടൈപ്പിലുള്ള ക്ലിപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ 2 തരത്തിലുള്ള ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, ക്ലിപ്സ് ആയിട്ട് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നതും പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ നേരത്തെ പറഞ്ഞു. എങ്കിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു ക്ലയന്റ് വരുമ്പോൾ നിങ്ങൾ ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾ കൂടുതലും ക്ലിപ്പാണ് സജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് തനിയെ ചെയ്യാവുന്നതാണ്, വേറൊരാളുടെ സഹായം ആവശ്യമില്ല. ക്ലിപ്പ് എക്സ്റ്റൻഷൻ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷൻ അനുസരിച്ചിട്ട് ആ സമയത്ത് നമുക്ക് വെച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പെർമനന്റ് ആണെങ്കിൽ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് ആവശ്യമാണ്, അതുപോലെ സർവീസ് ആവശ്യമാണ്. ആഫ്റ്റർ കെയർ നന്നായിട്ട് എടുക്കണം. അതിലെന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമ്മുടെ ഒറിജിനൽ ഹെയറിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതൽ പെർമനന്റിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ക്ലിപ്പാണ് സജസ്റ്റ് ചെയ്യുക. അതാകുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്, കുറച്ചും കൂടി അത് ചെയ്യാനും എളുപ്പം ക്ലിപ്പ് എക്സ്റ്റൻഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മളത് എടുത്ത് പറയാറുണ്ട്. പിന്നെ ചിലവർക്ക് ക്ലിപ്പ് എക്സ്റ്റൻഷൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, പെർമനന്റ് തന്നെ വേണം എന്നുള്ളവര്. അതനുസരിച്ചിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പൊ അതും അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് അത് ചെയ്തു കൊടുക്കാറുള്ളത്.
ഓക്കെ. നിങ്ങൾ ഈ കൊടുക്കുന്ന ഹെയറിന് ഇപ്പോൾ ഡാമേജ് ആയാൽ ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഡാമേജ് ആയിട്ട് അങ്ങനെ വരാറുണ്ടോ? അതെങ്ങനെ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുമോ? ഹെയറിന് ഡാമേജ് വരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹ്യൂമൻ ഹെയർ ആണ്. അപ്പൊ നമ്മുടെ ഹെയർ നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണ്. നമ്മുടെ സ്വന്തം ഹെയർ ആയാലും നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണല്ലോ ഹെയർ ഇരിക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹെയർ ആയാലും നമ്മൾ പറയും കസ്റ്റമേഴ്സിനോട് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളത്. ഹെയർ ഒരിക്കലും നമ്മൾ സൂക്ഷിക്കണ പോലെയാണ്. അതല്ലാത്ത പക്ഷം വേറെ ഡാമേജസ് ഒന്നും വരുത്തില്ല. ഹ്യൂമൻ ഹെയർ ആണത്. ക്ലിപ്പിന് ഡാമേജസ് വരാറുണ്ട്. നമ്മുടെ നോർമൽ ക്ലിപ്പാണ് നമ്മൾ അതിന്റെ കൂടെ വെക്കണേ. പക്ഷെ നമ്മളത് സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളെ ക്ലിപ്പിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമ്മളത് സർവീസ് ചെയ്ത് കൊടുക്കും. ഹെയറിന് പ്രത്യേകിച്ച് അങ്ങനെ അവരുടെ ശ്രദ്ധ അനുസരിച്ചാണ്, അവർ കെയർ ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് എത്ര നാൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഈ ക്ലിപ്പ് തന്നെ നമുക്ക് ഷാംപൂ ചെയ്യാനും അങ്ങനെയൊക്കെ ഓപ്ഷൻ അത് എങ്ങനെ ഹെയർ വാഷ് പറ്റും. ഇത് ഒറിജിനൽ ഹെയർ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെയർ നമ്മൾ എങ്ങനെയാണോ നോക്കണേ അതുപോലെ തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്ത് ഷാംപൂ വാഷ് ചെയ്ത് കണ്ടീഷണർ ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതും ചെയ്യാം, അയൺ ചെയ്യാം, എല്ലാം ചെയ്യാം. ഒറിജിനൽ ഹെയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹെയറിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ ഡൈ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഗ്രേ ഹെയർ ഉള്ളവർ ഡൈ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബ്ലാക്ക് ഹെയർ കൊടുക്കും. ഇനിയിപ്പോ ഗ്രേ ഹെയർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരുമിച്ച് ഡൈ ചെയ്യാം. അതന്നെ പറയാൻ വന്നത്. അല്ല, ഈ ഡൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഹെയറിലും ഡൈ ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ കോമ്പിങ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ നോർമൽ ആയിട്ട് ഐ മീൻ പൊട്ടിപ്പോവോ, ഇത് ക്ലിപ്പിന്ന് പൊട്ടിപ്പോവോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. നമ്മൾ അതിന് സെപ്പറേറ്റ് ഒരു കോംബ് പറയുന്നുണ്ട്. ബ്രഷ് ടൈപ്പ് കോംബ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കോംബ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഒറിജിനൽ ഹെയർ ആണെങ്കിലും ആ ടൈപ്പ് കോംബ് വെച്ചാൽ നമുക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ പല്ലകലം വളരെ കുറഞ്ഞ കോംബ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഹെയറിന് ഡാമേജ് വരും. സെയിം അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഹെയർ ആണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് ആ ബ്രഷ് ടൈപ്പ് കോംബ് വെച്ചിട്ട് യൂസ് ചെയ്യാനാണ്. പെർമനന്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു കോംബ് ഉണ്ട്. അപ്പൊ അത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല. ഓ ശരി. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതിനെങ്ങനെയൊക്കെ നോക്കണം, ആ ഒരു സർവീസ് അതിന് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാ അത് പറഞ്ഞു കൊടുക്കുക? കെയറിങ് പെർമനന്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ സർവീസ് കറക്റ്റ് ആയിട്ട് നോക്കി പോകാൻ പറയാറുണ്ട്. പിന്നെ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമുക്ക് ജട വരാത്ത രീതിയിൽ നമുക്കിപ്പോ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിനോട് ജോയിന്റ് ചെയ്യാണ്. അത് ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ പലവരും ചിലപ്പോൾ തലമുടി അടിയിലേക്ക് ഇട്ടിട്ട് കുളിക്കുന്ന ശീലം പണ്ട് മുതലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജട വരാനുള്ള സാധ്യത കൂടും. നമ്മൾ ജോയിന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആവുമ്പോൾ അതിന് തിരിച്ചിടുമ്പോൾ അപ്പൊ അവർക്ക് അത് പിന്നെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ പറയും. എപ്പോഴും നേരെ നിന്ന് കുളിക്കാൻ ശ്രമിക്കാൻ പറയാറുണ്ട്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കെടുക്കുമ്പോൾ മുടി പിന്നിട്ട് കെടുക്കാൻ പറയും. അതാവുമ്പോഴും ഈ ജട വരാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതല്ലാതെ ഹെയറിന് ഡാമേജ് വരുന്നല്ല. അപ്പൊ ഈ ജട വരുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഹെയർ അതിന്റെ ഇടയിൽ പെട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ സർവീസ് കറക്റ്റ് ആയിട്ട് പോകണം. പിന്നെ കോംബ് നമ്മൾ ഈ പറയുന്ന കോംബ് വെച്ചിട്ട് കോംബ് ചെയ്യുകയാണെങ്കിൽ അതും അവർക്ക് അവൈലബിൾ ആണോ? അതെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് അപ്പൊ ഇപ്പൊ കസ്റ്റമറിന് അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ടെമ്പററി എക്സ്റ്റൻഷന് നമുക്ക് സർവീസിന്റെ ആവശ്യം വരുന്നില്ല. കാരണം പെർമനന്റ് എക്സ്റ്റൻഷനാണ് നമ്മൾ 3 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യേണ്ടത്. ഓ ശരി. പിന്നെ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുള്ളതാണ്, ഈ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ മുടി ഇങ്ങനെ നോർമൽ മുടി ഇപ്പൊ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കേളി ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്കത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ നിവർത്താനായിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ടെക്നിക്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ശരിക്കും ഇപ്പൊ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും തിക്നെസ് പറയുമ്പോൾ അടിവശം ചുരുണ്ട് കയറും. അത് നോർമലി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ വെക്കുന്ന ഹെയറിന് അവരുടെ സ്കാൽപ്പിലെ ഹെയർ എന്താണോ അതാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. അത് തന്നെ വെക്കാനാ പറയാ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അത് സ്ട്രെയിറ്റ് ചെയ്യാം. തുമ്പ് മാത്രം സ്ട്രെയിറ്റ് ചെയ്ത് ചെയ്യാം. അവർക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഒറിജിനൽ ഹെയർ അനുസരിച്ചിട്ട് വെക്കണം. അപ്പൊ ഈ തിക്നെസ് വരുമ്പോൾ ആ കേളിയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യില്ല. വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മാറ്റം ശരിക്കും അറിയാൻ പറ്റും. നമ്മുടെ സ്കാൽപ്പിലെ ഹെയർ തന്നെ അടിയിലേക്ക് വരുമ്പോൾ ആ കേളിയായി കിടക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഓ ശരി. നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തു നിന്ന് എൻക്വയറീസ് വരാറുണ്ട്? ഇന്ത്യയിൽ തന്നെയാണോ? എല്ലായിടത്തും വരാറുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് പുറത്തുനിന്ന് വരാറുണ്ട്. പിന്നെ നേരിട്ട് വരുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും വരാറുണ്ട്. നമുക്ക് അല്ലാതെ വരാറുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് പുറത്തുനിന്നും വരാറുണ്ട്. ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് നമുക്ക്. ഓൺലൈൻ സർവീസ് അവൈലബിൾ പിന്നെ നമ്മളെ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒട്ടും നമുക്ക് ഒരുപാട് ഏജ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് നമുക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ വീടുകളിൽ പോയിട്ട് നമ്മൾ അങ്ങനെ സർവീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ തിക്നെസ് ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഹെയർ ലെങ്തി ആവണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അതേപോലെ തിന്നായിട്ട് ഹെയർ ഉള്ളവർക്ക് ലോസ് സംഭവിച്ചിട്ട് വരുന്നതും ഉണ്ടാവും.
അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാ അവർക്ക് ഇത്ര ഗ്രാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും? തിന്നായിട്ട് ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് ഹെയർ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് വോളിയം വളരെ കുറവായിരിക്കുമല്ലോ, അവരുടെ മുടിയുടെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. പക്ഷെ കുറച്ച് മുടി അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ആൾക്കാർക്ക് ലെങ്ത് കൂട്ടണം എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അവർക്ക് നമ്മൾ ഒരു 100 ഗ്രാം ഹെയർ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കുറച്ച് തിക്നെസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് 100 ഗ്രാം ഹെയർ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പൊ മാഡത്തിന് ഇത്ര ഹെയർ ആണ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒരുപാട് ലെങ്ത് വേണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് പക്ഷെ വെക്കാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഗ്രാംസ് കുറച്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഗ്രാംസ് കൂട്ടിയും നമ്മൾ ചെയ്ത് കൊടുക്കും. അത് പക്ഷെ ഹെയറിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പലതരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ കസ്റ്റമേഴ്സിന്. ഫോർ എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ പെർമനന്റ് ആയിക്കോട്ടെ ക്ലിപ്പ് ആയിക്കോട്ടെ, ഉറങ്ങുന്ന സമയത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വേർക്കോ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇത് മാറ്റി വെക്കണോ ഊരി വെക്കണോ? അപ്പൊ അതിന് എന്ത് പറയാം? ഇത് വേർക്കൊന്നുമില്ല. പിന്നെ പെർമനന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊരി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് ക്ലിപ്പ് എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊരി വെക്കണം. കാരണം ക്ലിപ്പ് ആണല്ലോ, ആ ക്ലിപ്പ് നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യണ കാരണം കൊണ്ട് നമ്മൾ ഊരി വെക്കും. പെർമനന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഉറങ്ങുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ തലയിൽ ഫിക്സ് ആയിട്ടിരിക്കും. ഒരു പ്രശ്നവും കുഴപ്പവും വരില്ല. ഇപ്പൊ ജസ്റ്റ് ക്ലിപ്പ് വെച്ചിട്ടുള്ള ആള് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, അയ്യോ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഊരി പോവോ, അല്ലെങ്കിൽ ഇത് കുറെ നേരം വെക്കണോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവില്ല? കുഴപ്പമില്ല, ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമേഴ്സിനോട് പറയാം. അവർക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സമയത്ത് ക്ലിപ്പ് വെക്കാം. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നോർമലി ക്ലിപ്പ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ക്ലിപ്പ് അയച്ചു വെക്കുന്നതാണ്. പെർമനന്റ് ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമേ വരുന്നില്ല. ഇത് ഊരി പോവാന്നുള്ള ഡൗട്ട് ചോദിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിനൊരു കോൺഫിഡൻസ് കൊടുക്കുക? ഇല്ല അത് പോയില്ല എന്ന്, അത് ഉറപ്പാണോ നിങ്ങൾക്ക്? ഉറപ്പാണ്. ക്ലിപ്പ് എക്സ്റ്റൻഷൻസ് ആവുമ്പോൾ 3 ക്ലിപ്സ് വരും അതില്. അപ്പൊ നമ്മുടെ മുടിയിൽ ലോക്ക് ആവുക ചെയ്യുക. ഇപ്പൊ പിടിച്ചു വലിച്ചാൽ പോലും ആ ക്ലിപ്പ് എക്സ്റ്റൻഷൻസ് ഊരി പോവില്ല. ഓക്കെ. പക്ഷെ ക്രൗൺ ഏരിയയിൽ ഇപ്പൊ ഹെയർ ലോസ് ഉള്ള ആൾക്ക് മുടിയിൽ ലോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ ഈ ക്ലിപ്പിൽ നിന്നും പെർമനന്റിൽ നിന്നും പാച്ചസ് എങ്ങനെ ഡിഫറെന്റ് ആവുന്ന? പാച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ട്രിപ്പ് ആയിട്ടാ ഹെയർ വരിക. ആ സ്ട്രിപ്പ് നമുക്കിപ്പോ എവിടെയാണോ ഹെയർ ലോസ് സംഭവിച്ച ആ സൈഡിലായിട്ട് പാച്ചസ് വെക്കുമ്പോൾ നമ്മൾ അറിയത്തേ ഇല്ല. ഓ അത് ശരി. അപ്പൊ 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഓൺലൈനിൽ മാത്രമാണോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പ് അങ്ങനെയുണ്ടോ? ഞങ്ങൾക്ക് തൃശ്ശൂരിൽ 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ഒന്ന് ഇരിങ്ങാലക്കുടയിലുണ്ട്, ഒന്ന് ചാലക്കുടിയിലുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് അങ്ങോട്ട് വന്ന് അവരെ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് സ്റ്റാഫ് ഉണ്ട്, അപ്പോൾ അവർ വന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓൺലൈനിലാവുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളായിരിക്കുമല്ലോ. ഇപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വരാം. അത് വന്ന് നമുക്ക് കറക്റ്റ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കത് വെച്ച് കൊണ്ടുപോകാം. ഇല്ല, നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ പട്ടാമ്പിയിലും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. നമ്മളൊരു മാസത്തിനുള്ളിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ പലതരത്തിലുള്ള എക്സ്റ്റൻഷനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള വെബ്സൈറ്റിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർവ്യൂന്ന് നമുക്ക് മനസ്സിലായത് നിങ്ങളുടെ ഒരു ടീമിന്റെ എക്സ്റ്റൻഷൻ, ജാസ് എക്സ്റ്റൻഷൻ അല്ലേ, അത് വളരെ ഓതന്റിക് ആണ്, റിയൽ ആയിട്ടുള്ള ഹെയർ ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരുപാട് ടിപ്സ് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അത് പലതരത്തിലുള്ള ഹെയർ ലോസ് ഉള്ളവർക്ക് പലതരത്തിലുള്ള ടിപ്സ് ആണ് ഇവർ പറഞ്ഞു തരുന്നത്. അതിന്റെ ആഫ്റ്റർ കെയർ ആണെങ്കിലും ഇത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട് എന്താണെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിലും സബീനയും അമ്പിളിയും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഉത്തരവുമായിട്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് വാക്കിൻ ആയിട്ട് അവരുടെ അടുത്ത് വന്ന് ആ ഹെയർ ടച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് പറ്റിയതാണെന്നൊക്കെ അല്ലെ, അത്രയും ഓപ്ഷണൽ ആയിട്ട് അവരത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇത്രയും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വളരെ ഓതന്റിക് ആയിട്ട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു.